അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ടൂളുണ്ട്. ഒന്ന് N8നും 2 ആൻറ്റി ഗ്രാവിറ്റി. സോ ബേസിക്കലി അത് സിമ്പിളാണ് കേൾക്കുമ്പോൾ. പക്ഷേ N8 യൂസ് ചെയ്ത് നമുക്കൊരു എന്റർപ്രൈസസ് ലെവലിലുള്ള വലിയ വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഏജൻസിനെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം വർക്ക് ഫ്ലോസിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ കുറേ വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് N8 എന്നുള്ളത്. അപ്പോൾ അതിൽ കുറേ ഉഴുത് മറച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വർക്ക് ഫ്ലോസ് കസ്റ്റമൈസ് ചെയ്ത് അല്ലെങ്കിൽ ബ്രാൻഡിന് നമുക്ക് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ ടൂള് ആൻറ്റി ഗ്രാവിറ്റി. കുറേ പ്രശ്നങ്ങളുണ്ട്, സ്റ്റേബിൾ ആയിട്ടില്ല. കുറേ വെർഷൻസിൽ ഇപ്പോൾ ലിനക്സിലോ വിൻഡോസിലൊന്നും സ്റ്റേബിൾ ആവാത്ത കുറേ പ്രശ്നങ്ങളുണ്ട് ആൻറ്റി ഗ്രാവിറ്റി. മേ ബി അത് ഒരു ഫിക്സ് ചെയ്യും ഉറപ്പായിട്ടും. ഇപ്പോൾ ആൻറ്റി ഗ്രാവിറ്റി 2.0 വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു, നമ്മുടെ ക്ലൗഡ് കോഡിൻ്റെ പോലെ തന്നെ ഒരു ഇൻ്റർഫേസ് ഒക്കെ ആയിട്ട്. പഴയ ID സെറ്റപ്പിൽ നിന്നൊക്കെ മാറി, PS കോഡിൻ്റെ പോലെ മാറി. പുതിയ 2 മോഡലുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾ ഉണ്ട് ആൻറ്റി ഗ്രാവിറ്റി.